Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay, fine. We can start. കുട്ടീസിന്റെ ഒക്കെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. പ്രയർ ഉണ്ടോ? കുട്ടികൾക്ക് ആർക്കെങ്കിലും പ്രയർ പറയാനാ? യെസ് പ്ലീസ്. സുന്ദര സന്നിധി തിരുനാഥനിന്റെ പ്രണാമം അരുണശോഭിതവാനിടെ അതിനാഥനിന്റെ പ്രണാമം പുലരി വിരിയും യാമം മമനാഥനിന്റെ പ്രണാമം ഹരിത സുന്ദര സന്നിധി തിരുനാഥനിന്റെ പ്രണാമം അരുണശോഭിതവാനിടെ അതിനാഥനിന്റെ പ്രണാമം താരിളം പുൽക്കൊടികളെ തഴുകുന്ന സാന്നിധ്യം പൂവിതൾ തൻ കവിളിലും വിടരുന്ന സാന്നിധ്യം മേഘമായി ചെറുമാരിയായി മനതാരിലൊരു കുളിരായി നീ സാന്ദ്രമായും അനുപദം വിടരുന്ന സാന്നിധ്യം ഹരിത സുന്ദര സന്നിധി തിരുനാഥനിന്റെ പ്രണാമം അരുണശോഭിതവാനിടെ അതിനാഥനിന്റെ പ്രണാമം. ഓക്കെ. വെരി നൈസ്. നല്ല ശബ്ദം. യൂസ് യുവർ പോസിറ്റീവ്സ്. അല്ലെ, ചിലർക്ക് പാടാൻ നല്ല ശബ്ദമായിരിക്കും, ചിലർക്ക് സംസാരിക്കാൻ അട്രാക്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ. നമുക്ക് എല്ലാവരിലും ഉണ്ടാവും ആ പൊട്ടൻഷ്യൽ. അത് സംസാരിക്കാനുള്ള നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. പക്ഷെ പാടുക എന്നുള്ളത് ഡിവൈൻ ആണ്, അല്ലെ? വരണം, മുകളിൽ കിട്ടണം. ഓക്കെ, ഫൈൻ. ഇനി എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? Thought for the day. Sign in. Please use the platform. Okay. ആരെങ്കിലൊക്കെ ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തോ? ചിലരൊക്കെ വെറുതെ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്തിട്ടേ. നല്ല എക്സ്പീരിയൻസും ഫീഡ്ബാക്കും ഒക്കെയാണ് കിട്ടുന്നത്. സ്റ്റാർട്ടഡ് അറ്റൻഡിങ്. ഇനി എന്തെങ്കിലും ഉണ്ടോ ഷെയർ ചെയ്യാൻ? തോട്ട് ഫോർ ദ ഡേ. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അങ്ങ് നാഗാലാൻഡ് വരെ എത്തിട്ടോ. അവിടെ നിന്ന് 2 കുട്ടികളുണ്ട്, അവരുടെ ഫ്രണ്ട്സ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കണു. സോ ഒരു കുറച്ചധികം പേരുണ്ടെങ്കിൽ ഒറ്റ ബാച്ച് ആക്കാന്നുള്ള പ്ലാനില്ല. കാരണം ലാംഗ്വേജ് ഇഷ്യൂ കാരണം അവർക്ക് ഭയങ്കര വിഷമം. ക്ലാസ്സിൽ കയറുമ്പോൾ മനസ്സിലാവില്ല, മലയാളം ഒട്ടും അവർക്ക് അറിയില്ലല്ലോ. ഓക്കെ, സോ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പറഞ്ഞെന്നുള്ളത് ഒന്ന് ബ്രീഫ് ചെയ്യാമോ ആരെങ്കിലും? സോറി മാം, ഇത് ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായി മാം. തോട്ട്, സൈൻ ഇൻ, സൈൻ ഔട്ട്, ആക്ഷൻ സോങ്. ആള് ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായത്, ബട്ട് പ്രസന്റ് ആയിട്ടാ തോന്നുന്നു. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇത് ഡെയിലി പ്രോസസ് ആയത്. എപ്പോഴും ലിസ്റ്റ് ഇടും, ബട്ട് അവർ പ്രസന്റ് ആവില്ല. ആണോ? സെയിം പ്രശ്നം ഉണ്ടായിരുന്നു മാം. അശ്വതി മാമിന്റെ ക്ലാസ്സിലും സെയിം വിഷയം ഉണ്ടായിരുന്നു. ഓ, ശരി ശരി. സൈൻ ഇൻ പറയേണ്ടത് ജസ്മീന ആണ്, പിന്നെ തോട്ട് പറയേണ്ടത് ജസ്ന, അങ്ങനെ സോങ് ജുഫീന, പിന്നെ സൈൻ ഔട്ട് ലുബീന. ഇവരൊക്കെ ഉണ്ടോ ഒന്നും പറയുന്നില്ല. ഇവര് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കൂടി ഒന്നും പറയുന്നില്ല. അവരോട് കൺഫേം ചെയ്യാൻ പറയണം. പിന്നെ വില്ലിങ്നെസ്സിനോട് കൂടി വരുന്നവരും ആണ് നല്ലത്. അവരെ കാണുമ്പോ പിന്നെ ബാക്കി പുറകിൽ നിൽക്കുന്നവരെ
ഇവര് ഇൻകൺവീനിയൻസ് പറഞ്ഞാൽ നമുക്ക് അടുത്തൊരാളെ നമുക്ക് ചൂസ് ചെയ്യാം, പക്ഷെ ഇവരൊന്നും പറയുന്നുമില്ല. എനിക്ക് തോന്നുന്നു അതാണ് ബുദ്ധിമുട്ട്. ക്രിക്കറ്റിലെ ഫുട്ബോളിലൊക്കെ ഇഞ്ചുറി പറ്റി പോകുമ്പോ സബ്സ്റ്റിറ്റ്യൂട്ടിന് വെക്കില്ല, അതും കൂടെ തീർച്ചയായും ഇപ്പൊ അങ്ങനെ ഒരു ലിസ്റ്റും കൂടി ഇടേണ്ടി വരും. കൂടെ വേണ്ടി വരും. ഓക്കെ, സോ എനിവേ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യണ്ടെങ്കിൽ ഷെയർ ചെയ്തോളൂ. ആഫ്റ്റർ ദാറ്റ് വി വിൽ കമന്റ്സ് അവർ ക്ലാസ്. യെസ് പ്ലീസ്. കുട്ടീസിന് എന്തെങ്കിലും പറയാനുണ്ടോ? അമ്മമാരുടെ അടുത്ത് കുട്ടികളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ അറിയാം. എന്റെ മോള് ഇത് ആക്ഷൻ സോങ് ചെയ്യുന്നെന്ന് പറഞ്ഞു. ചെയ്യുന്നാ? ആ, ട്വിങ്കിൾ ട്വിങ്കിൾ ചെയ്യുന്നു പറഞ്ഞു. നമുക്ക് മലയാളം അറിയാം ഗീത? മാം ക്ലിയർ ആയിട്ട് മലയാളം സംസാരിക്കും, കന്നഡ സംസാരിക്കും, പിന്നെ ലോക്കൽ ലാംഗ്വേജ് തുളു സംസാരിക്കും. അപ്പൊ എന്താ പറയാ, മോളോട് അമ്മന്ന് അങ്കിത അറിയപ്പെടേണ്ടി വരും. അങ്ങനെ ഇപ്പൊ മലയാളം Twinkle, twinkle, little star, how I wonder what you are. Up around so high, like a diamond in the sky. ആദ്യം പ്രിപ്പയർ ആയിട്ടുണ്ടായ സോങ്സ് വേറെ, പെട്ടെന്ന് പറയുമ്പോക്ക് സജിനയുടെ മോളോ മോനോ അതിനത് ഞാനൊരു കഥ പറയട്ടെ? തീർച്ചയായിട്ടും പറയൂ മോളെ. മോളല്ലേ? ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു കൊച്ചു കഥയാണ്. കാണാൻ പറ്റുമോ പ്ലീസ്? ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു കൊച്ചു ബാലന്റെ കഥയാണ്. ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു കൊച്ചു കുടിലുണ്ടായിരുന്നു. ആ കുടിലിൽ ഒരു ബാലൻ താമസിക്കുന്നുണ്ടായിരുന്നു. ആ ബാലന്റെ പേരാണ് കുട്ടൻ. സ്കൂൾ ജീവിതമേ എന്തെന്ന് പോലും അവൻ അറിയില്ലായിരുന്നു. ദാരിദ്ര്യവും കഷ്ടപ്പാടും ഇതൊക്കെയായിരുന്നു അവന്റെ ജീവിതത്തിൽ. അങ്ങനെയുള്ളവന് പഠിക്കാനുള്ള ആഗ്രഹം വളരെ വലുതായിരുന്നു. ഇത് കണ്ട് കുട്ടന്റെ അമ്മ കുട്ടനെ ഒരു സർക്കാർ സ്കൂളിൽ ചേർത്തി. അന്ന് അവിടെ വെച്ച് അവന് ബാബു എന്നൊരു സുഹൃത്തിനെ കിട്ടി. പക്ഷെ ബാബുവിന് വലിയ പണക്കാരനായിരുന്നു. പുതിയ ചെരുപ്പുകളും പുതിയ ബാഗും ഒക്കെ കണ്ട് കുട്ടന്റെ അമ്മയ്ക്ക് കുട്ടനെ നോക്കാൻ പോലും കഴിഞ്ഞില്ല. എന്നിട്ട് ബാബു പറഞ്ഞു, കുട്ടൻ ബാബുവിനോട് ചോദിച്ചു, ബാബു ബാബു നിനക്ക് നിന്റെ വീട് ഓലയാണോ അതോ ഓടാണോ? ബാബു പറഞ്ഞു, എന്റെ വീട് മാളികപ്പുറമായ വീട്. മാളികപ്പുറമായ വീടോ? അതെന്താണ്? നീ എന്താ അതുപോലെയുള്ള വീടൊന്നും കണ്ടിട്ടില്ലേ? എന്നാൽ ഞാൻ നിന്നെ ആ ദിവസം കൊണ്ടുപോകാം. അങ്ങനെ ആ ദിവസമായി കുട്ടൻ ബാബുവിന്റെ വീട്ടിലേക്ക് യാത്രയായി. അങ്ങനെ ബാബു വീട്ടിലെത്തിയതും കുട്ടൻ അന്തം വിട്ടു നോക്കി. കുട്ടാരൻ പോലെയുള്ള വീട്. ബാബു ഗേറ്റ് തുറന്നതും കുട്ടൻ പേടിച്ചു പോയി. കുട്ടൻ നോക്കിയപ്പോൾ അതാ മറ്റൊരു വീട്. ആ മറ്റൊരു വീടിന്റെ മുന്നിൽ ഒരു വലിയ കൂട്. ആ വലിയ കൂട്ടിൽ ഒരു വലിയ പട്ടിക്കുട്ടി. ആ പട്ടിക്കുട്ടിയുടെ മുന്നിൽ വലിയൊരു പാത്രം. ആ പാത്രം നിറയെ ആഹാരം. ഇത് കണ്ട് കുട്ടന്റെ വായിൽ കുട്ടന് വെള്ളം ഊറി. അങ്ങനെ ടീച്ചറിന്റെ ക്ലാസ്സിലേക്ക് പോയി. അന്ന് അവിടെ വെച്ച് ടീച്ചർ ക്ലാസ്സിൽ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് ഭാവിയിൽ ആരാവാനാണ് ഇഷ്ടം? ഇത് കേട്ടതും കുട്ടൻ ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു, എനിക്ക് ബാബുവിന്റെ വീട്ടിലെ പട്ടിക്കുട്ടിയായാൽ മതി. ഇത് കേട്ടതും എല്ലാവരും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ചിരി അധികം നേരം നിന്നില്ല. കുട്ടന്റെ അവസ്ഥ മനസ്സിലാക്കിയ അധ്യാപകരും കൂട്ടുകാരും അവനെ സഹായിച്ചു. അങ്ങനെ കഷ്ടപ്പാടിൽ നിന്നും ദാരിദ്ര്യത്തിലൂടെയും അവൻ രക്ഷപ്പെട്ടു. പഠിച്ചവൻ വലുതായി. കൂട്ടുകാരെ, നിങ്ങൾക്കും വല്ല ആഗ്രഹം ഉണ്ടായാലേ നിങ്ങൾക്കും ഇതുപോലെ
കുട്ടനെ പോലെ വലുതാവാൻ കഴിയുള്ളൂ. കുട്ടന്റെ ജീവിതം നിങ്ങൾക്കും ഒരു പ്രചോദനമാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നമസ്കരിക്കുന്നു. നന്ദി. താങ്ക് യു മാം. മാം ഞാൻ സൈനും പറയാം. ഞാൻ റെക്കോർഡ് ക്ലാസ്സിലാ കയറാറ് സാധാരണ. ഇന്നിപ്പോ കേറിയതാ. ജിനി ഒരു സെക്കൻഡ് എനിക്ക് തരാമോ? ആ. സജിന മോളുടെ പേരെന്താണ്? അങ്കിത മോളുടെ പേരൊന്ന് ഷെയർ ചെയ്യാം. മോളുടെ പേര് ദേവിലക്ഷ്മി. സജിനയുടെ മോളുടെ പേര് ദേവലക്ഷ്മിയോ? ദേവിലക്ഷ്മി. അതെ, ദേവിലക്ഷ്മി. ഓക്കെ. അങ്കിത? തൻഷിക. ഓക്കെ ഓക്കെ. നൈസ് നെയിംസ് രണ്ടുപേരുടെയും. ഓക്കെ, വെരി നൈസ്. മോളെ, ഈ അമ്മമാരോട് ആന്റി ഒരു കാര്യം പറയുവാണേ. മക്കളെ കണ്ടുപിടിക്കൂ അമ്മമാര്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസിന് ഒരു പ്രചോദനമാകും നമ്മളുടെ ദേവിലക്ഷ്മിയും തൻഷികയും. അതുപോലെ തന്നെ ആര്യയുടെ മോളൊരു പാട്ട് പാടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ജിനി, ആര്യയുടെ മോളുടെ പാട്ട് കഴിഞ്ഞിട്ട് ജിനിക്ക് മതിയോ, അതോ ജിനി എന്തെങ്കിലും തിരക്കിലാണോ? കുഴപ്പമില്ല. ഓക്കെ. ഓക്കെ ആര്യ, പ്ലീസ്. Okay, ma'am. My name is Adilakshmi. Read the power of fountains. Read the strength of fountains. Fear the love of fountains. We will raise our hands. We are proud of fountains. We are candid. We are confident. Wisdom to love, wisdom to catch the power of fountains. Fountains. We are on fountains. We are on fountains. Thank you. മാം, ഇത് അവരെ സ്കൂളിലെ പ്രയർ സോങ് ആണ് കേട്ടോ. ഓക്കെ ഫൈൻ. സ്വാതിലക്ഷ്മി എന്നാണോ മോളുടെ പേര് പറഞ്ഞേ? ആദിലക്ഷ്മി. ഓക്കെ. ആദിലക്ഷ്മി, ദേവിലക്ഷ്മി, തൻഷിക. ഓക്കെ, വെരി ഗുഡ്. ഇന്ന് നിങ്ങളാണ് താരങ്ങൾ. അപ്പൊ ഈ അമ്മമാരെല്ലാം ഈ മക്കളെ കണ്ടുപഠിക്കട്ടെ. ഓക്കെ ജിനി, പ്ലീസ്. Good day, everyone. A warm welcome to our esteemed teacher and all our students joining us from around the world. We are excited to embark on this learning journey together, exploring new ideas and growing as individuals. Let's create a supportive and inclusive environment where everyone feels valued, respected, and inspired to learn. Thank you. ജിനി, ആദ്യമായിട്ടാണോ ലൈവ് ക്ലാസ്സിന് കയറുന്നത്? ഞാൻ ലൈവ് ക്ലാസ്സിൽ കയറൽ വളരെ കുറവാണ്. ഇന്ന് കയറിയതാ. ഞാനൊരു പ്ലേ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട് ടീച്ചറായിട്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കയറാൻ പറ്റാറില്ല. വെക്കേഷൻസിൽ ക്ലാസ് ഉണ്ടോ അവർക്ക്? ക്ലാസ് ഇല്ല, പക്ഷെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കണ കാരണം ഞങ്ങൾക്ക് പോണം. എവിടെയാണ് സ്ഥലം? ഇവിടെ അമ്പലൂര് മണ്ണമ്പട്ടാന്ന് പറയും. ഓക്കെ ഫൈൻ. പൊതുവെ മോണ്ടിസോറി മെത്തേഡ് അറിയില്ലാത്ത ടീച്ചർമാര് ആരായാലും അവര് പറയുന്നത് എന്താന്ന് വെച്ചാല്, സുഖല്ലേ മോണ്ടിസോറി പഠിപ്പിക്കാൻ, കുറെ പാട്ടും പാടി കഥയും പറഞ്ഞിരുന്നാ മതിയല്ലോ എന്ന്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? എനിബഡി ഹാസ് ദാറ്റ് ഒപ്പീനിയൻ? അങ്ങനെ പറയാൻ പറ്റില്ല മാം. അങ്ങനെ സുഖം എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുള്ളൂ. നമ്മൾക്ക് ശരിക്കും പറഞ്ഞ ആ പ്രായം നല്ല കുട്ടികളാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മൾ എന്ത് പറഞ്ഞാലും അവരനുസരിക്കും. അങ്ങനെയുള്ള ഒരു പ്രായമാണ്. അതിലുപരി ഭയങ്കര സ്നേഹമാണ്. ശരിക്കും അവർ അമ്മമാരോട് പെരുമാറുന്ന പോലെ തന്നെയാണ് അവര് നമ്മളോട് കൂടുതലും. ഭയങ്കര അറ്റാച്ചാണ്. എന്തും തുറന്നു പറയും. ചിലപ്പോ വീട്ടിൽ പോലും അറിയാത്ത കാര്യങ്ങൾ നമ്മളോട് വന്നവര് ഷെയർ ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ മോളിപ്പോ +2 കഴിഞ്ഞു. മോളെയും കൊണ്ട് ഞാൻ നീറ്റ് എക്സാമിന് പോയി കേട്ടോ.
ഞാൻ പറവൂരാണ്. എക്സാം ഫോർട്ടുകൊച്ചി ആയിരുന്നു. ശരിക്കും 11 മണിക്ക് റിപ്പോർട്ട് ചെയ്തു. 2 മണി തുടങ്ങി 5 മണി വരെ എക്സാം. അപ്പൊ എല്ലാ പാരന്റ്സും 11 o'clock തുടങ്ങി 5 o'clock വരെ ഇരിക്കാനൊന്നും ഒരു പ്രൊവിഷനും ഇല്ല. നമ്മൾ പുറത്ത് നിൽക്കണം. സ്കൂൾ കോമ്പൗണ്ടിന്റെ അകത്ത് പോലും കേറ്റില്ല. അപ്പൊ എനിക്ക് പരിചയമുള്ളൊരു ചേച്ചി അവിടെ അടുത്തുണ്ടായിരുന്നു. ചേച്ചി എന്ന് പറഞ്ഞാൽ 2 പെൺകുട്ടികളുണ്ട്, അവർക്ക് കുട്ടികളുണ്ട്, പേരക്കുട്ടികളുള്ള ഒരാളാണ്. അപ്പം ആ ചേച്ചിയെ ഞാൻ വിളിച്ചു, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞു. അപ്പൊ മോനെയും കൊണ്ടാണ് ഞാൻ പോയത്. മോൻ 9th അപ്പൊ അവിടെ ചേച്ചിയും ചേച്ചിയുടെ മോളുടെ കുട്ടി ഉണ്ടായിരുന്നു. മോളുടെ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളെ ഇപ്പൊ KG ആക്കിയിട്ടേ ഉള്ളൂ. അത്രേ ആയിട്ടുള്ളൂ. 3 വയസ്സ് കഴിഞ്ഞു, 3.5 4 വയസ്സാവാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ ഈ മോനെ കണ്ട ഉടനെ തന്നെ മോൾ എന്ത് ചെയ്തു, എല്ലാ ടോയ്സും എടുത്തുകൊണ്ട് വന്ന് എല്ലാം അവന് കൊടുക്കും. അവനെ അങ്ങ് എൻഗേജ് ചെയ്യിക്കുകയായിരുന്നു. അവനുമായിട്ട് കളിക്കുന്നു. കുറെ കഴിഞ്ഞപ്പോഴേക്കും അവനിടയ്ക്ക് വെള്ളം കൊണ്ട് കൊടുക്കുന്നു, ഒന്നും ആരും പറഞ്ഞിട്ടല്ല, ചോക്ലേറ്റ് കൊണ്ട് കൊടുക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ അവനെ വിളിച്ചുകൊണ്ട് പോയി ബെഡിൽ കൊണ്ടുപോയി കിടത്തി, ഫാനൊക്കെ ഇട്ട് ഷീറ്റൊക്കെ വെച്ച് മൂടി കിടത്തി ഉറക്കുന്നു. അപ്പം ആ ഒരു ഏജിലുള്ള ഒരു കുട്ടിയുടെ ഒരു കരുതൽ, മീൻസ് ആ ഒരു കെയറിങ് അല്ലെ, നമ്മള് പ്രായമായവര് ചിന്തിക്കാത്ത എല്ലാം ആ കുട്ടി ചിന്തിച്ച് ഒരാൾക്ക് വേണ്ടിയിട്ട് ആ കുട്ടി ചെയ്തതേ. ഭക്ഷണം കഴിക്കാൻ നേരത്തും ഒക്കെ നമ്മളെ വന്ന് വിളിച്ചു. ഭക്ഷണം എടുത്തു വെച്ചപ്പോ വെള്ളം കുടിക്കാന്ന് പറഞ്ഞിട്ട് വെള്ളം കൊണ്ട് തന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ എൻഗേജ് ചെയ്തു. ആളുടെ സ്നാക്സ് കൊണ്ടുവന്ന് ഷെയർ ചെയ്യുന്നു. അത് കുട്ടികൾക്ക് അവരൊക്കെ ഒന്നും അറിയില്ല. അവര് ഭയങ്കര നിഷ്കളങ്കരാണ്. അവരെ ശരിയായ രീതിയിൽ മോൾഡ് ചെയ്ത് ഡിറക്ട് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾക്ക് ഒട്ടും അവരുടെ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിലും ടെൻഷൻ വേണ്ട. മറ്റേത് കുട്ടികള് പ്രത്യേകിച്ച് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവരെ ഒന്ന് അല്പ സമയം ലേറ്റ് ആയി കഴിഞ്ഞാൽ പാരന്റ്സിന് അതിൻ്റെതായ ഭയങ്കര ടെൻഷൻ വരും. പക്ഷേ ആ പാരന്റ്സും കുട്ടികളും തമ്മിൽ നല്ലൊരു സ്പേസ് ഉണ്ടെങ്കിൽ, നല്ലപോലെ അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെങ്കിൽ എല്ലാം അവർ ഷെയർ ചെയ്യും. അങ്ങനത്തെ ഒരു രീതിയാണ്. ശരിക്കും എനിക്ക് ആ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു വിഷമം വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടിയുടെ പാരന്റ്സ് ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല, പക്ഷെ സെപ്പറേറ്റഡ് ആണ്. കുട്ടിക്ക് ഒരു ചേട്ടനുണ്ട്. ചേട്ടൻ ഇനി 4ാം ക്ലാസ്സിലേക്ക്. അപ്പൊ ഞങ്ങൾ ചെല്ലുമ്പോ ചേട്ടൻ അച്ഛന്റെ വീട്ടിലാണ്. ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അങ്ങനെ ആ രീതി ഒരു മാരേജ് ആയിരുന്നു. പക്ഷെ എന്താ ചെയ്യാ, ഇങ്ങനെ ഒരു പ്രോബ്ലം, അത് ലീഗലി മൂവ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു രീതിയിലും ഇങ്ങനെ നിൽക്കുക. കുട്ടികളുടെ കാര്യങ്ങൾ അങ്ങനെ അന്വേഷിക്കലും ഇല്ല. കുട്ടികളെ വെക്കേഷൻ അവധിയൊക്കെ വരുമ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകും. അടുത്ത് തന്നെയാണ്, വീട്ടിലേക്ക് കൊണ്ടാക്കും. അത്ര അല്ലാണ്ട് കൂടുതലുള്ള ഇൻവോൾവ്മെന്റ്സ് ഒന്നുമില്ല. അപ്പൊ അതാണ് ശരി. അവരിപ്പോ മിസ് ചെയ്യുന്നുണ്ട് അവരുടെ ചൈൽഡ്ഹുഡിലെ ചില കാര്യങ്ങളൊക്കെ. മാത്രമല്ല കുഞ്ഞിന്റെ മുഖത്തൊക്കെ നോക്കുമ്പോ നമുക്ക് ഭയങ്കര എന്താ പറയാ, അത് ഓർക്കുമ്പോ ഒരു വിഷമം ഇതാണ്. അപ്പൊ ഇങ്ങനെ ചെറിയൊരു കമന്റ്സ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ലൈക്ക് മീൻസ് നിങ്ങൾ ട്രെയിനീസിന്റെ അടുത്തുനിന്നല്ല, നിങ്ങൾ ചില അതർ ടീച്ചേഴ്സ്, പഠിക്കുന്നവരല്ല കേട്ടോ, അതർ ടീച്ചേഴ്സിനോ നിങ്ങൾക്ക് സുഖല്ലേ, ഞങ്ങൾ അങ്ങനെ പ്രിപ്പയർ ചെയ്യും ഇങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടേ ഇത് കേൾക്കുമ്പോ എനിക്കത് ഫീൽ ചെയ്യില്ല. ബട്ട് നമ്മളുടെ മറ്റു ടീച്ചേഴ്സ് ഉണ്ട്, അശ്വതി മിസ് പറഞ്ഞ മിസ് ചെയ്യുന്നതും അത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു വിഷമം. അപ്പൊ അവരത് എന്നോട് ഇങ്ങനെ ഷെയർ ചെയ്തു. ഞാൻ അവരെ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവര് പറയണത് ഞങ്ങൾക്ക് ഒത്തിരി ചേഞ്ചസ് ഉണ്ടായി, ഞങ്ങൾ ഇടപെടുന്ന ഇടങ്ങളിൽ ചേഞ്ചസ് ഉണ്ടായി, ഞങ്ങളുടെ ഫാമിലിയിൽ ചേഞ്ചസ് ഉണ്ടായി, അങ്ങനെ അവര് ഷെയർ ചെയ്യുന്നത്. സോ ദേ ആർ ഗെറ്റിംഗ് മോർ പോസിറ്റീവ്. ഇതിന്റെ നെഗറ്റീവ് ഫാക്ടേഴ്സ് ഒക്കെ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ പറയുമ്പോ അവർക്കൊരു വിഷമം തോന്നിയെന്ന് ഇങ്ങനെ പറയുമായിരുന്നു. പിന്നെ അത് മാത്രല്ല കേട്ടോ, ഓരോ ബാച്ച് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഫീഡ്ബാക്ക്, പ്രസന്റേഷൻ സ്കില്ലാണ് എല്ലാരും എടുത്തു പറഞ്ഞത്. ഭയങ്കര സ്റ്റേജ് ഫ്രൈറ്റ് ഉണ്ടായിരുന്നവരെല്ലാരും പ്രസന്റ് ചെയ്യാൻ തുടങ്ങി. എവിടെയും എങ്ങനെയും അവർക്ക് ഒരു നല്ല രീതിയിൽ സംസാരിക്കാനും. ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഓൺലൈനിൽ നിങ്ങൾ ഇത്രയും ചെയ്യുന്നുണ്ടോ എന്നാണ് അവർ ചോദിച്ചത്. എന്റെ ഭയങ്കര ഒരു ചലഞ്ചായിരുന്നു. ജയദേവ് സാർ എന്നോട് ആദ്യം ടീച്ചറെ നമുക്ക് മോണ്ടെസോറി സ്റ്റാർട്ട് ചെയ്യണമെന്നു. അപ്പൊ ഞാൻ ഓർത്തു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതിനുള്ള സംവിധാനം ഉണ്ടാവും, അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചായിരിക്കുന്നു. അപ്പൊ ഇല്ല, നമ്മൾ ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. സർ ഓൺലൈനായിട്ട് ഇത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞാൻ വേണ്ടാന്ന് വെക്കണമെന്ന് വിചാരിച്ചായിരുന്നു ആദ്യം. ടീച്ചർ നോക്കൂന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ വന്ന ഓരോ ടീമും ഓരോ ബാച്ചും അതുപോലെ വൈബുള്ളവരായിരുന്നു. അതുകൊണ്ടാണ് സക്സസ് ആയിട്ടും. അല്ലാണ്ട് ഒരു സൈഡിൽ നിന്ന് മാത്രം ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിന്റെ കീ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരുമാണ്. പഠിക്കാൻ വന്നവരും പഠിപ്പിക്കുന്നവരും, അതായത് ഫെസിലിറ്റേറ്ററും ലേണറും പിന്നെ എൻവയോൺമെന്റ് ഓൾസോ. നമുക്കിത് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്, ആ ലേണിംഗ് എൻവയോൺമെന്റ് അതും ഇമ്പോർട്ടന്റ് ആണ്. ലേണിംഗ് പ്രോസസ്, നമ്മൾ ഈ ലേണിംഗ് പ്രോസസ് എല്ലാം ഇതിനകത്ത് കുട്ടികളെ കൊണ്ട് ചെയ്യിച്ചു. അവരൊരു റോൾ മോഡൽ. നിങ്ങൾക്കപ്പോ അവരെ കാണുമ്പോൾ ദേ ആർ ഡൂയിങ്, സോ ഐ കുഡ് ഓൾസോ എന്നുള്ള ഒരു ഫീല് വരണം.
ഓരോ കുഞ്ഞും ഇതുപോലെ കുഞ്ഞുങ്ങളും ഇച്ചിരി സ്റ്റേജ് ഫ്രൈറ്റ് ആയിട്ട് മടി പിടിച്ചിരിക്കുന്നുണ്ടാവും, പക്ഷെ അവർക്ക് പാടണമെന്നുണ്ടാവും, അവരും ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യും. സോ അതുകൊണ്ടാണ് അവരെ കൊണ്ട് ചെയ്യിക്കുന്നത്. റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നവര് പ്ലീസ് ഇറ്റ്സ് യൂസ് ഓക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു ഡിസ്റ്റർബൻസ് തോന്നും, ചിലപ്പോ ഇതെന്തിനാ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നതെന്നൊരു തോന്നല് വന്നാൽ എന്നോടൊന്ന് ക്ഷമിക്കൂ പ്ലീസ്. കാരണം ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഇതിന്റെ പാർട്ടാണിത്. ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങൾക്കൊരു സെഷൻ തന്നെ ഉണ്ടായിരുന്നു. പ്രീ സ്കൂൾ ഏജിലുള്ള കുട്ടികളെ കൊണ്ടുവന്ന് ക്ലാസ്സിൽ കൊണ്ടുവന്ന് നമ്മളുടെ മോണ്ടിസോറി മെറ്റീരിയൽസ് അവരെ കൊണ്ട് ചെയ്യിക്കുന്നത്, ഞങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സെഷൻ തന്നെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ബാച്ചിൽ തന്നെ ഒരു കുട്ടിയുടെ മോനെയായിരുന്നു കൊണ്ടുവന്നത്. ഞങ്ങൾ ആ സമയത്ത് കൊണ്ടുവന്ന് അവൻ ഇതെല്ലാം ചെയ്യും. ഞങ്ങൾ എല്ലാവരും അത് കണ്ടു. അപ്പൊ കണ്ടപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ മനസ്സിലായി. കാരണം കുട്ടിയുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റി വളരെ ഡിഫറെന്റ് ആണ്. അത് പ്യുവർ ആയിരിക്കും. അവർക്ക് വേറെ ഒന്നും ചിന്തകളില്ലല്ലോ. അപ്പൊ അവർ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന്. അപ്പൊ മറിയ മോണ്ടിസോറി പറഞ്ഞ പവർ ഓഫ് അറ്റൻഷൻ എല്ലാം നമുക്ക് മനസ്സിലാവും. അവരുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റി ഒക്കെ മനസ്സിലാക്കും. പൊതുവെ നമ്മൾ പ്രാക്ടിക്കൽ സെഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യുമ്പോൾ ആരുടെയെങ്കിലും കൂടെയൊക്കെ മക്കൾ ഉണ്ടാവും. ഞങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കും. അപ്പൊ അതൊരു വേറൊരു രീതി തന്നെയാണ്. അതൊക്കെ ശരിക്കും നമ്മുടെ മെത്തേഡിലുള്ള കാര്യം തന്നെയാണ്. ഈ പാട്ട് പാടുന്നതും കഥ പറയുന്നതും റോൾ പ്ലേ ചെയ്യുന്നതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. ഫസ്റ്റ് ബാച്ചുകാർ ചെയ്തു. ഓൺലൈൻ ആയതിന്റെ കുറച്ച് വിഷമം അതിനകത്ത് ഉണ്ടായിരുന്നു. റോൾ പ്ലേ നമുക്ക് ഒത്തിരി സോഷ്യൽ ഇഷ്യൂസ് ഉണ്ട് അല്ലെ. ഡൗറി, എഡ്യൂക്കേഷൻ, അത് ഗേൾ എഡ്യൂക്കേഷൻ, ചൈൽഡ് ലേബർ, പിന്നെ ഡ്രഗ്സ്, അതിന്റെയൊക്കെ ഇമ്പാക്ട്, ആൽക്കഹോൾ, ഡ്രഗ്സ്, സ്മോക്കിംഗ്, അതിന്റെയൊക്കെ ഇമ്പാക്ട്, പിന്നെ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. സോഷ്യൽ ഈവിൽസ്, സോഷ്യൽ ഇഷ്യൂസ്, ഇതിനെ ഇത് ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റോൾ പ്ലേ ചെയ്യാം. നല്ലൊരു മെസ്സേജ് അതിലൂടെ വരണം. എന്നുവെച്ചാൽ ഒരു ട്രാജിക് എൻഡ് അല്ല, അതിൽ നിന്നും ചേഞ്ച് ആയി അല്ലെങ്കിൽ മനസ്സിലായി അങ്ങനെ ചേഞ്ചസ് വരുന്ന ആളുകളെ ആ രീതിയിലൊരു റോൾ പ്ലേ ചെയ്യാം. പിന്നെ ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ ഇമ്പോർട്ടൻസ് കാണിച്ചുകൊണ്ട് റോൾ പ്ലേ ചെയ്യാം. അപ്പോ ഫസ്റ്റ് ബാച്ചിലുള്ളവർ ചെയ്തിരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ വീട്ടിലുള്ള കുട്ടികളെയും കൂടെ ചേർത്തിട്ട് ചെയ്തു. പിന്നെ ചിലരത് സ്ക്രിപ്റ്റ് പോലെ എഴുതിയിട്ട്, ഇപ്പൊ ടീച്ചറും കുട്ടിയും തമ്മിലുള്ള കോൺവെർസേഷൻ ആണെങ്കിൽ, ഹെൽത്തി ഹാബിറ്റ്സ് അതിനെ പറ്റിയുള്ള ഒരു കോൺവെർസേഷൻ ആണെങ്കിൽ അത് ഒരാൾ തന്നെ ടീച്ചറായിട്ടും കുട്ടിയായിട്ടും വോയിസ് മോഡുലേഷൻ ചേഞ്ച് ചെയ്ത് റോൾ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോ ഓൺ ചെയ്ത്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ ഗ്രൂപ്പായിട്ട് പലയിടത്താണ് ഇരിക്കുന്നതെങ്കിലും ഒന്ന് ചെയ്യാം. നമുക്ക് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്തിട്ട് വി ക്യാൻ ഡു ദ റോൾ പ്ലേ ഓൾസോ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ കുട്ടികളെ കൊണ്ട് ഇതുപോലെ ഇനാക്ട് പ്ലേ, റോൾ പ്ലേ ഒക്കെ ചെയ്യിക്കും. മറിയ മോണ്ടിസോറി പറയുന്നത് റോൾ പ്ലേ ചെയ്യിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ അതെല്ലാം റിയൽ ഇൻസിഡന്റുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. കൊച്ചു കുട്ടികൾ ചെറുപ്പത്തില് ഇഷ്ടപ്പെടുന്ന കളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറും കുട്ടിയും കളിക്കാൻ ഇഷ്ടപ്പെടും. ഷോപ്പ് കീപ്പറും ഇത് വെജിറ്റബിൾ സെല്ലറോ ഫ്രൂട്ട് സെല്ലറോ കസ്റ്റമർ അങ്ങനെ കളിക്കാൻ ഇഷ്ടപ്പെടും. മോം ആൻഡ് ഡാഡ് അങ്ങനെ കളിക്കാൻ അവർ കാണുന്നതാണ് അവര് കളിക്കുന്നത് അല്ലെ. അവര് തന്നെ സംസാരിച്ചുകൊണ്ട് കളിക്കുന്നത് കാണും. അപ്പൊ എപ്പോഴും അതൊക്കെ റിയാലിറ്റി ഓറിയന്റഡ് ആണ്. കുട്ടികൾക്ക് മിത്ത്, ഫേബിൾസ്, അതുപോലെ തന്നെ ഫാന്റസി ഉള്ള അങ്ങനെയുള്ള ഇത് പറഞ്ഞു കൊടുക്കരുതെന്നാണ് പറയാ മോണ്ടിസോറി പറയുന്നത്. പക്ഷെ എന്നാലും നമ്മള് ബെഡ് ടൈം സ്റ്റോറി ഒക്കെ ആയിട്ട് ഇപ്പൊ സിൻഡ്രല്ല, സ്നോ വൈറ്റ് അങ്ങനെയുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കും അല്ലെ. അതൊന്നും ഓക്കെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചിലതെന്ന് പറഞ്ഞാൽ ഒത്തിരി ഒന്ന് ഫാന്റസി ആവും. അപ്പൊ കുട്ടികൾ ആ ഫാന്റസി വേൾഡിലേക്ക് അങ്ങ് പോവാനുള്ള ചാൻസസ് ഉണ്ട്. അവരെ എപ്പോഴും റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യണം എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. ഓക്കെ ഫൈൻ. എനിക്ക് ലാസ്റ്റ് ക്ലാസ്സിന്റെ ഒന്ന് ബ്രീഫ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരുന്നു. നിങ്ങളോട് ഞാനൊരു അസസ്മെന്റ് ടൂൾ ചെയ്യാൻ പറഞ്ഞിരുന്നു. സെമിനാർ ആയിരുന്നു. ലാസ്റ്റ് ക്ലാസ് സൈക്കോളജി ഫുൾ സബ്ജക്ട് യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തു മാം. ടീച്ചേഴ്സ് ആൻഡ് സൈക്കോളജി ആൻഡ് ചൈൽഡ് ആൻഡ് ഹിസ് ബിഹേവിയർ. പിന്നെ ഹെലൻ കെല്ലർ അവരുടെ ടോപ്പിക് ഞമ്മ ഡിസ്കഷൻ ചെയ്തു. സെമിനാർ തന്നിട്ടുണ്ട് മാം. 4 മെമ്പേഴ്സ്. ഇന്ന് റെഡിയാണോ അതോ എന്നത്തേക്കാ? ടൈം തന്നിട്ടാ, ബട്ട് പ്രിപ്പയർ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. 4 മെമ്പേഴ്സ് ആയിട്ട് അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്നാ റെഡി എന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. അപ്പൊ ഞാനൊരു അസസ്മെന്റ് ടൂളിന്റെ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടില്ല അല്ലെ. ഒരു നോട്ട്ബുക്ക് വാങ്ങിയിട്ട് യു ഹാവ് ടു ഡിവൈഡ് ഇറ്റ് ഇൻടു 4 പാർട്സ്. 0 to birth. അത് ജിനിയോ അത് കേട്ടിരുന്നു എന്ന് എനിക്കറിയില്ല. റെക്കോർഡ് ക്ലാസ് ഇല്ല കേട്ടിട്ടില്ല.
എനിക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. പ്ലേ സ്കൂൾ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ്. ആക്ച്വലി ഇതായിരുന്നു, നമ്മളൊരു ബുക്ക് വാങ്ങി 4 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. 4 പാർട്ട് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്റ്റേജസ് ആണ്. ഓരോ ഏജ് സ്പാൻ അനുസരിച്ച് 0 to 6 year, സെക്കൻഡ് പീരീഡ് 12 to 18. വോയിസ് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട്. ജിനിയുടെ ഓൺ ആയതുകൊണ്ടേ തോന്നുന്നു. 0 to 6 ഫസ്റ്റ് പീരീഡ്, 6 to 12 സെക്കൻഡ് പീരീഡ്, 12 to 18 തേർഡ് പീരീഡ്, 18 to 24. ആ ഒരു സമയത്ത് നമ്മൾ കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്റ്റേജസ് കുറച്ച് റെഫറൻസുകൾ കൊടുത്തിട്ടുണ്ട്. ചില സൈക്കോ അനാലിസ്റ്റുകളുടെ അവരുടെ ഒബ്സർവേഷൻ അനുസരിച്ച് ഡെവലപ്മെന്റ് സ്റ്റേജിൽ ഓരോ കാര്യം എഴുതുക. എഴുതിയതിനു ശേഷം മറിയാ മോണ്ടിസോറിയും പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികളെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുക. നമുക്കൊരു ടൂളായിട്ട് യൂസ് ചെയ്യാം. ഇനീഷ്യലി ഒക്കെ നമുക്ക് ചിലപ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ വരും. പക്ഷെ കുറെ കഴിയുമ്പോഴേക്കും നമുക്ക് ഈ അസസ്മെന്റ് ടൂൾ നല്ല രീതിയിൽ പ്രാക്ടിക്കലി നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതിനൊപ്പം തന്നെ നിങ്ങൾ അപ്ഡേറ്റഡ് ആവുകയും ചെയ്യും. ഓക്കെ, എനിവേ എനിക്കറിയാവുന്ന ചില സൈക്കോമെട്രിക് ടെസ്റ്റുകൾ ഞാൻ സമയം കിട്ടുമ്പോൾ ഷെയർ ചെയ്യാം. അതൊന്നും നമ്മുടെ കണ്ടന്റിലൊന്നും ഇല്ല, ബട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് അപ്ഡേറ്റഡ് ആക്കാനായിട്ട് ആ ഒരു രീതിയിൽ. ഓക്കെ, ഒന്ന് പറയോ? എന്തോ അതിന്റെ ഏജ് കാറ്റഗറി ഒന്ന് പറയോ? ഞാൻ ഷുവർ. 0 to 6 ക്ലാസ്സിൽ ഉണ്ടായിട്ടില്ല. 0 to 6, 6 to 12, then 12 to 18, 18 to 24. അതാണ് ഏജ് സ്പാൻ. 2 സ്റ്റേജ് ആയിരുന്നു, ചൈൽഡ്ഹുഡ് ആൻഡ് അഡൾട്ട്ഹുഡ്. ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് 0 to 12 years, നമ്മുടെ ടീനേജിന്റെ പടിവാതിക്കൽ എത്തുന്നവരെ. അഡൾട്ട്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 to 24 years. 12 to 18 ടീനേജിന്റെ ഒരു പീക്കാണ്. നമ്മള് കുട്ടികൾ ഒത്തിരി കൺഫ്യൂസ്ഡ് ആവുന്ന സമയം, അവരുടെ ഫിസിക്കൽ മെന്റൽ ചേഞ്ചസിലെ കൺഫ്യൂസ് ആകുന്ന സമയം, അവരുടെ തോട്ട് പ്രോസസ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആകും. ആ ഒരു സമയത്ത് നമ്മളുടെ സപ്പോർട്ട്, ആ ഒരു സമയത്ത് നിന്ന് മാത്രമല്ല എല്ലാ പീരീഡിലെയും ഡെവലപ്മെന്റ് സ്റ്റേജസ് അറിഞ്ഞിരിക്കണം. ഒരു പാരന്റ് എന്ന നിലയിലും അറിയണം, ഒരു ടീച്ചർ എന്ന നിലയിലും നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് കുട്ടികളെ ശരിയായ രീതിയിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അവരുടെ ഫേഷ്യൽ ഇതെന്ന് തന്നെ ചിലപ്പോൾ അവർക്ക് പറയാൻ പറ്റാണ്ട് വരും ചില കാര്യങ്ങൾ. അപ്പൊ അവരുടെ നോൺ വെർബൽ ക്യൂസ്, വെർബലും നോൺ വെർബലും ഉണ്ടല്ലോ കമ്മ്യൂണിക്കേഷന്റെ, അല്ലെ? നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് വി ക്യാൻ സ്പീക്ക്, വി ക്യാൻ ടെൽ, അല്ലെ? ആ രീതിയിൽ പറഞ്ഞ് കാര്യങ്ങൾ അവതരിപ്പിക്കാം. പക്ഷെ പറയാതെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ചില ആക്ട്രസുകളെ നമ്മൾ അങ്ങനെയല്ലേ പറയുന്നത്, ഓ എന്ത് ഭാവാഭിനയാന്ന് പറയില്ലേ, അതുപോലെ നമ്മൾക്ക് ഇതുപോലെ ആളുകളുടെ നോൺ വെർബൽ ക്യൂസിൽ നിന്നും മനസ്സിലാകും. ഭയങ്കര ടെൻഷൻ, ഭയങ്കര ആങ്സൈറ്റി, വല്ലാത്തൊരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നെങ്കിൽ അവരുടെ മൂക്കിന്റെ തുമ്പ് ചിലപ്പോ വിറയ്ക്കും, അല്ലെങ്കിൽ ഒരു റെഡ് കളറാവും, കണ്ണിങ്ങനെ ചിമ്മിക്കൊണ്ടേയിരിക്കും, ചുണ്ട് വിറയ്ക്കും അവർ ടെൻസ്ഡ് ആണെങ്കിൽ. ആ ഒരു ശരിക്കും നമ്മൾക്ക് ആ ഫേസിലേക്ക് നോക്കുമ്പോൾ അറിയാം ആ വ്യക്തി ഒരു ടെൻഷൻഡ് ആണെന്നുള്ളത് അറിയാനായിട്ട് പറ്റും. ബോഡി ടെമ്പറേച്ചർ തന്നെ വ്യത്യാസം വരും. ഓക്കെ, സെമിനാറിന് ഓക്കെയാണ്. ശ്രീലക്ഷ്മി ഒരു മെസ്സേജ് ആരായിരുന്നു അത്? കരിയർ റൈറ്റ്. ഇന്ന് ചെയ്യാവുന്ന കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ പേര് റെഡി ആയെന്ന് തോന്നുന്നു മിസ്സേ. രശ്മി, സഫീറ, ഷഹാന, ശ്ലിഷ ഇവരെല്ലാം ക്ലാസ്സിലുണ്ടോ? ശ്രീലക്ഷ്മി ഇട്ടിരിക്കുന്ന ഈ ആളുകളെല്ലാം ക്ലാസ്സിലുണ്ടോ? ക്ലാസ്സിലുണ്ട്. ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ ടോപ്പിക്സിനെ. സോ യു ക്യാൻ സ്റ്റാർട്ട്. അവർ റെഡി ആണല്ലോ. സോ നമുക്ക് സെമിനാർ കാണാം, കേൾക്കാം. മിസ്സേ, ഹലോ മിസ്സേ, എല്ലാരും റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഫസ്റ്റ് ഞങ്ങളാണ് ഇൻട്രൊഡക്ഷൻ പറയുന്നത്. മാം, ഞാൻ സെറീനയാണ് മാം. അപ്പൊ സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ, പ്രസന്റേഷൻ ആണ്. യെസ് പ്ലീസ്. ഓക്കെ മാം. ഞങ്ങൾ 4 പേരും ചെയ്യുന്നുണ്ട്. അപ്പം ഓരോരുത്തരും ഓരോ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തെടുത്താ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ഞാനാണ്. ഓക്കെ മാം.
മാം സ്ക്രീൻ ഷെയർ ആയിരുന്നു, നോക്കൂ മാം. ആയി വരുന്നുണ്ട്. എന്നെ കാണുന്നേ പക്ഷെ യെസ് യെസ് യെസ്. മാം എല്ലാവരും വിസിബിൾ അല്ലേ? യെസ്. Okay. So good afternoon all, respected ma'am and all my dear friends. Here we are giving a brief introduction about a miracle woman named Helen Keller. So first of all, it is a beautiful thought. The thought is the best and the most beautiful things in the world cannot be seen or even touched. They must be felt with the heart. It means, example, we can put love. Love is a beautiful thing, but we can't see or we can't touch it, but we can felt in our heart. This is the famous thought given by our miracle woman, Helen Keller. Helen Keller was born in 1880. She was born on 27 June 1880 in Tuskegee, Alabama. She was the child of Captain Arthur H. Keller. Arthur H. Keller was a former officer in the army, and he was a newspaper editor and an avid hunter. Avid hunter means a person who hunts frequently due to his passion. And he married 2 women, and total he have 5 children. And he died in 1896. Good afternoon, dears. Good afternoon, ma'am. When she was 2, she was very sick. Then she became blind and deaf. In 1887, she met her teacher, Anne Sullivan. Anne was patient teacher. Anne Sullivan is one of Perkins School for the Blind's best now students. After graduation from Perkins in 1886, she traveled to Alabama to educate Helen Keller and remained Keller's instructor, interpreter, and friend until her death in 1936. The way she learned finger play spelling word into her hand. First word she learned was doll. At the age of 10, Helen had mastered Braille as well as the manual alphabet and even learned to use the typewriter. Thank you. Good morning, ma'am. Anne taught Helen Shaw to speak. Helen showed the world that blind people can do great things. She was the first person with deaf blindness to earn a college degree. Helen was good at writing too. She wrote many books. The most famous one is The Story of My Life. She was nominated for a Nobel Peace Prize in 1953. The story of my life is based on the value of perseverance. It also glorifies the tireless and unending spirit of overcoming in surmounting hurdles and obstacles in life.
Due to sheer perseverance, a deaf and dumb child, Helen Keller learned to communicate and interact with the outer world in a meaningful way. Good afternoon, Miss. Good afternoon, all. Keller was passed away in 1968. Today, people all over the world still admire her for what she did. Miss ഒന്ന് മലയാളത്തിലും കൂടെ പറഞ്ഞോട്ടെ. 1968 ഹെലൻ അന്തരിച്ചു. ഈ ലോകമെമ്പാടുമുള്ള ആളുകൾ അവർ ചെയ്ത കാര്യങ്ങൾ ഓർത്ത് അവരെ അഭിനന്ദിക്കുന്നു. വൈ ഹെലൻ സ്റ്റിൽ ഇൻസ്പയർഡ്? ബെസ്റ്റ് എന്തുകൊണ്ടാണ് ഹെലൻ എപ്പോഴും പ്രചോദനം നൽകുന്നത്? Best remembered as an activist for disabled people, Keller also spoken out for women suffrage, birth control and pacifism. വികലാംഗർക്ക് വേണ്ടിയുള്ള ഒരു ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ ഏറ്റവും നന്നായി ഓർമ്മിക്കപ്പെടുന്ന ഹെലർ സ്ത്രീകളുടെ വോട്ടവകാശം, ജനന നിയന്ത്രണം, സമാധാനവാദം എന്നിവയ്ക്ക് വേണ്ടി സംസാരിച്ചു. She was also a radical socialist who focused her effort on working people issued and became a member of the International Workers of the World. അവൾ ഒരു റാഡിക്കൽ സോഷ്യലിസ്റ്റ് കൂടിയായിരുന്നു. അതോടൊപ്പം അധ്വാനിക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ തങ്ങളുടെ ശ്രമങ്ങൾ കേന്ദ്രീകരിച്ചു. ലോകത്തിന്റെ അന്താരാഷ്ട്ര തൊഴിലാളികളിൽ അംഗമായി. 1956 Helen wins a Academy Award for a documentary film about her life. 1956 ഹെലൻ തന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി ചിത്രത്തിന് അക്കാദമി അവാർഡ് നേടി. 1961 Helen suffers a stroke, retired from public life. 1961 ഹെലൻ പക്ഷാഘാതം അനുഭവിക്കുകയും പൊതുജീവിതത്തിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു. 1964 Helen is awarded the Presidential Medal of Freedom by President Lyndon Johnson. 1964 ഹെലന് പ്രസിഡന്റ് ലിൻഡൻ ജോൺസന്റെ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം സമ്മാനിച്ചു. Keller became a world famous speaker and author. Keller ലോക പ്രശസ്ത എഴുത്തുകാരിയുമായി. She was an advocate for people with disabilities aimed in numerous other cases. മറ്റു പല കാരണങ്ങൾക്കിടയിൽ അവർ വൈകല്യമുള്ളവർക്ക് വേണ്ടി സംസാരിച്ചു. ബധിരരുടെ അവസ്ഥകളെക്കുറിച്ച് പ്രചോദനാത്മകമായ പ്രസംഗങ്ങൾ നടത്തി. അവർ She traveled to 25 different countries giving motivational speeches about deaf people conditions. ബധിരരുടെ അവസ്ഥകളെക്കുറിച്ച് പ്രചോദനാത്മക പ്രസംഗങ്ങൾ നടത്തി 25 രാജ്യങ്ങളിൽ സഞ്ചരിച്ചു. Helen was a role and proved to the world that deaf people are able to communicate just like everyone else and showed people they are just capable given the right tools to do so. Keller ഒരു റോൾ മോഡലായിരുന്നു. ബധിരർക്കും മറ്റുള്ളവരെ പോലെ ആശയവിനിമയം നടത്താൻ കഴിയുമെന്ന് ലോകത്ത് തെളിയിക്കുകയും അതിനുള്ള ശരിയായ ഉപകരണങ്ങൾ നൽകിയ തങ്ങളും കഴിവുള്ളവരാണെന്ന് അവർ എന്ന് കാണിക്കുന്ന അവരുടെ പാരമ്പര്യം നമ്മളെ കാണിക്കുന്നു. താങ്ക് യു മിസ്. ഓക്കെ ഫൈൻ. ഓക്കെ, വെരി വെൽ ഡൺ. കുറേ നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടുണ്ട്, നല്ലപോലെ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്ത് നന്നായി എഫേർട്ട് എടുത്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് വീക്കിൽ അടുത്ത ഒരു ബാച്ചിൽ പറയുന്നുണ്ട്, നിങ്ങൾക്കിത് വേണമെങ്കിൽ ഒരു റിപ്പോർട്ടായിട്ട് എഴുതി വെക്കാം. നോ നീഡ് ടു സബ്മിറ്റ്. ബട്ട് നമുക്ക് പ്രാക്ടിക്കൽ സെഷനിൽ സെമിനാർ, അസൈൻമെന്റ്സ് അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ പല കുട്ടികളോടും നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് ഞങ്ങൾ ഈ ഒരു സെമിനാർ എടുത്തു. കാരണം ഹെലനെ പഠിപ്പിക്കാൻ വന്ന ആ ഒരു ടീച്ചർ അനീസെല്ലവൻ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഹെലന്റെ ഒരു ഫ്യൂച്ചർ അല്ലെങ്കിൽ ഹെലന്റെ ലൈഫ് എങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ അവരുടെ ഇൻഫ്ലുവൻസ് ശരിക്കും ഉണ്ട്. ഏകദേശം ഒരു 50 ഇയേഴ്സിനടുത്തുള്ളൊരു കമ്പാനിയൻഷിപ്പ് ആയിരുന്നു അവര് തമ്മില്. ഈ അനീസെല്ലവന് കാഴ്ച നഷ്ടപ്പെട്ടത് അറിയാമോ? ആക്ച്വലി അവരുടെ നോർമൽ എല്ലാ ഒരു ഡിസബിലിറ്റിയും ഇല്ലാത്തൊരു ലേഡി ആയിരുന്നു. ബട്ട് ഡ്യൂ ടു സം ബാക്ടീരിയൽ ഓർ വൈറൽ ഇൻഫെക്ഷൻ ഷീ ലൂസ്ഡ് ഹെർ സൈറ്റ്. അവർക്ക് അവരുടെ കാഴ്ച നഷ്ടപ്പെടുവാണ്. അങ്ങനെ സംഭവിച്ചപ്പോഴേക്കും കുറേ സർജറി ചെയ്തു അവർക്ക്.
അങ്ങനെ അവർക്ക് കാഴ്ച തിരിച്ച് യെസ് ഹെലന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, അനീസ്11ന്റെ കാര്യമാണ് പറയുന്നത്. അനീസ്11 മേ ബി ഒരു ടീനേജ് ഒക്കെ കഴിഞ്ഞ സമയത്താണെന്ന് തോന്നുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. അപ്പം അങ്ങനെ ആണ് അവര് ബ്ലൈൻഡ് സ്കൂളിൽ വരുന്നതും അവിടെ പിന്നെ അവർ പഠിപ്പിക്കാൻ തുടങ്ങുന്നതും. അവർക്ക് സർജറിയിലൂടെ വിഷൻ തിരിച്ചു കിട്ടി, പക്ഷെ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിലല്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു. അവിടെ വെച്ചാണ് ഹെലന്റെ ഫാദർ ഈ അനീസ്11നെ കാണുന്നതും പാരന്റ്സ് കാണുന്നതും ഹെലന് വേണ്ടിയിട്ട് IAS ക്ലാസ് പഠിക്കുന്നു. ഓക്കെ ഫൈൻ. ഹെലനും ആദ്യം നോർമൽ ആയിട്ടുള്ള കുട്ടിയായിരുന്നു അല്ലെ, കുറെ നാളുകൾക്ക് ശേഷം. പിന്നെ ഹെലന്റെ ലൈഫിലെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഹെലനെ ഇൻഫ്ലുവൻസ് ചെയ്ത അനീസ്11നെ കൂടാതെ ഹെലന്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, മാർത്ത. വീട്ടിലെ ബാക്കിയുള്ളവർക്ക് ഹെലനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ടഫായിരുന്നു. എന്ന് വെച്ചാൽ ഹെലൻ അത്രയും ഫ്രസ്ട്രേറ്റഡ് ആകും, കാരണം പെട്ടെന്ന് പോവല്ലായിരുന്നു, ഈ കേൾവിയൊക്കെ പോവല്ലേ. അപ്പൊ സംസാരിക്കുന്നത് കേൾക്കുന്നുമില്ല, മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നുമില്ല. പക്ഷെ മാർത്തയും ഹെലനും കൂടെ ഭയങ്കര കണക്ഷൻ ആയിരുന്നു. മാർത്ത എന്നാന്ന് തോന്നുന്നു പേര്, എനിക്ക് ഓർമ്മ അങ്ങനെ തോന്നുന്നു. അങ്ങനെ നിങ്ങൾ കുറെ നോക്കുമ്പം രസമായിട്ട് വായിക്കാൻ കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, വെരി വെൽ ഡൺ, നന്നായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സെമിനാർസ് എല്ലാം നിങ്ങൾ റിപ്പോർട്ട് പോലെ എഴുതി വെക്കും. അപ്പൊ 4 പേര് ചേർന്ന് ചെയ്താലും യു ക്യാൻ മേക്ക് ഇറ്റ് ഫുൾ. ആ ഫുൾ റിപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തായാലും സ്പ്ലിറ്റപ്സ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട്. റിപ്പോർട്ട്സ് ഓർ അസൈൻമെന്റിന് ഒരു സെഷൻ ഉണ്ട്, അവിടെ മാർക്ക് ഉള്ളതാണ്. അപ്പൊ ബാക്കിയുള്ളവരുടെ ടെൻഷൻ ആവണ്ട, എല്ലാവരും ചെയ്യുന്ന അസൈൻമെന്റ്സും ഉണ്ട്, റിപ്പോർട്ട്സും ഉണ്ട്, സെമിനാർസും ഉണ്ട്. പിന്നെ PGയിൽ വരുമ്പോൾ ഒരു സെമിനാർ ഓർ അസൈൻമെന്റ് എന്നുള്ള രീതിയിൽ ഒരു കാര്യം കൂടെ വരും PGയുടെ സെക്ഷൻ വരുമ്പോഴേക്കും. ഓക്കെ ഫൈൻ. നമ്മളിപ്പോ സൈക്കോളജി പാർട്ട് കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ഇപ്പോ നിങ്ങൾ റെഡിയാണോ രശ്മി? റെഡിയാണ് നിങ്ങൾ പ്രസന്റ്. എത്ര പേരുണ്ട്? ഞങ്ങൾ 6 പേരുണ്ട്. ഓക്കെ, എത്ര ടൈം വേണ്ടി വരും? ഒരു 10 മിനിറ്റ്. യെസ് പ്ലീസ്. മിസ്സസ് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ പ്ലീസ്. ദിസ് ഈസ് യുവർ പ്ലാറ്റ്ഫോം. മിസ്സസ് സ്റ്റാർട്ട് ചെയ്യണത് ഞാനാണ്. Very good afternoon to one and all. Our topics are Helen Keller's career, writing and political activities. Presenting by Reshma Rajesh, Reshmi RS, Safira S, Shahana, Shilsha KS and Sri Lakshmi A. Contents: introduction, career, writing, publications, political and social activism, awards and honors, conclusion, bibliography. Let me shortly introduce her. Helen Adams Keller, June 27, 1882, June 1, 1968, was an American author, disability rights advocate, political activist, and lecturer. She is known the world over as a symbol of courage in the face of overwhelming odds. Yet she was so much more. A woman of luminous intelligence, high ambition, and great accomplishment. She was driven by her deep compassion for others to devote her life to helping them overcome significant obstacles to living healthy and productive lives. Career. After an education at both specialist and mainstream schools, Kellen attended Radcliffe College of Harvard University and became the first deaf-blind person in the United States to earn a Bachelor's of Arts degree. She also learned to lip read by placing her fingers on the lips and throat of the speaker while the words were simultaneously spelled out for her. Keller became a world-famous speaker and author. She was an advocate for people with disabilities. She traveled to 25 different countries
giving motivational speeches about deaf people's condition. Helen saw herself as a writer first. Her passport was listed her profession as author. It was through the medium of the typewritten word that Helen communicated with Americans and ultimately with thousands across the globe. Thank Good you. afternoon. Good afternoon. The next topic is Writings of Helen Keller. While still a student at Radcliffe, Helen began a writing career that was to continue throughout her life. She wrote 14 books and hundreds of speeches and essays on topics ranging from animals to Mahatma Gandhi. Keller wrote a total of 12 published books and several articles. One of her earliest pieces of writings at the age of 11 was The Frost King in 1891. At the age of 22, with the help from Sullivan and Sullivan's husband, Mr. John Macy, Keller published her autobiography. In 1903, her autobiography, The Story of My Life, was published. It recounts the story of her life up to the age 21 and was written during her time in college. In an article Keller wrote in 1907, she brought to public attention the fact that many cases of childhood blindness could be prevented by washing the eyes of every newborn baby with a disinfectant solution. At that time, only a fraction of doctors and midwives were doing this. Thanks to Keller's advocacy, this common sense public health measure was swiftly and widely adopted. Keller wrote The World I Live in 1908, giving readers an insight into how she felt about the world. Out of the Dark, a series of essays on socialism, was published in 1913. When Keller was young, Annie Sullivan introduced her to Mr. Phillips Brooks, who introduced her to Christianity. Keller famously saying that I always knew he was there, but I didn't know his name. Mr. Philip Brooks was an American Christian missionary, and he wrote the lyrics of the famous Christian hymn, O Little Town of Bethlehem. Her spiritual autobiography, My Religion, was published in 1927 and then in 1994 extensively revised by Mr. Ray Silverman and reissued under the title Light in My Darkness. Her autobiography has been translated into 50 languages and remains in print to this day also. The Helen Keller Archives contains over 475 speeches and essays that she wrote on topics such as faith, blindness prevention, birth control, the rise of fascism in Europe, and atomic energy. Helen used a Braille typewriter to prepare her manuscripts and then copied them to a regular typewriter. Having developed skills never approached by any similarly disabled person, Keller began to write for blindness, a subject in Women's Magazine, because of the relationship of many cases to venereal diseases. Edward W. Boak accepted her articles for the Ladies' Home Journal, and other major magazines like The Century and the Atlantic Monthly followed the suit. Thank you. ഞാൻ ഷാഫിറയാണ്. ഞാൻ പബ്ലിക്കേഷൻസ് ആണ് പറയുന്നത്. ദ ഫ്രോസ്റ്റ് കിങ് 1891, ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് 1903, ഒപ്റ്റിമിസം ആൻ എസ്സേ 1903, മൈ കീ ഓഫ് ലൈഫ് ഒപ്റ്റിമിസം 1904, ദ വേൾഡ് ഐ ലിവ് ഇൻ 1908, ദ മിറാക്കിൾ ഓഫ് ലൈഫ് 1909, ദ സോങ് ഓഫ് ദ സ്റ്റോൺ വാൾ 1910, Out of the Dark, a series of essays on socialism 1913, Uncle Sam is Calling 1917, My Religion 1927, also called Light in My Darkness, Mystery, My Later Life 1929, My Bereaved 1929, Peace at Eventide 1932, Helen Keller in Scotland, a personal record written by herself 1933, Helen Keller's Journal 1938, Let Us Have Faith 1940, Teacher Annie Sullivan Macy, a tribute by the foster child of her mind 1955, Open Door 1957, The Faith of Helen Keller 1967, Helen Keller, Her Socialist Years, Writing and Speeches 1967, Helen Keller with a Braille book 1904. Thank you, ma'am.
Very nice. Good afternoon, ma'am and my friends. I am Shahana. Our next topics are political and social activism. From an early age, she used her skills as a writer to speak truth to power. A committed socialist, she took up the cause of workers' rights. She was also a tireless advocate for women's suffrage and an early member of the American Civil Liberties Union. The foundation provided her with a global platform to advocate for the needs of people with vision loss, and she wasted no opportunity. As a result of her travels across the United States, state commissions for the blind were created, rehabilitation centers were built, and education was made accessible to those with vision loss. She was an advocate for people with disabilities amid numerous other causes. She traveled to 25 different countries giving motivational speeches about deaf people condition. She was a suffragist, pacifist, Christian socialist, birth control supporter. Suffragist, a person advocating that the right to vote be extended to more people, especially to women. Pacifist, a person who opposed the use of war or violence to settle a dispute is called a pacifist. Helen's ability to empathize with the individual citizen in need, as well as her ability to work with world leaders to shape global policy on vision loss, made her a supremely effective ambassador for disabled persons worldwide. Her active participation in this area began as early as 1950, when the Permanent Blind War Relief Fund, later called the American Braille Press, was founded. She was a member of its first board of directors. In 1950, she and George A. Keller founded this organization. This organization, now known as Helen Keller International HKI organization. This organization devoted to research in vision, health and nutrition. She traveled to over 40 countries with Sullivan, making several trips to Japan and becoming a favorite of the Japanese people. Keller met every US president from Grover Cleveland to uh, Link, Lincoln by Johnson, and was friend with many famous figures, including Alexander Alexander Graham Bell, Charlie Chaplin, and Mark Twain. Keller, who believed that the poor were ground down by industrial oppression, she wanted children born into poor families to have the same opportunities to succeed that she had enjoyed. She wrote, I owed my success partly to the advantage of my birth and environment. I have learned that the power to rise is not within the reach of everyone. Thank you, ma'am. Good afternoon, Miss. Good afternoon, everyone. Myself, Silsha Case, continuity of politics and active socialism. In 1909, Keller became a member of Socialist Party of America. She actively campaigned and wrote in support of the working class from 1909 to 1921. Many of her speeches and writings were about women's right to vote and the effect of war. In addition, she supported causes that opposed military intervention. She had speech therapy to have her voice understood better by the public. When the Rockefeller owned press refused to print her articles, she protested until her work was finally published. In 1912, Keller joined the Industrial Workers of the World, IWW, known as the Wombies, saying that parliamentary socialism was sinking in the political boat. The Industrial Workers of the World, IWW, whose members are nicknamed Wombies, is an international labor union
founded in Chicago, United States. Keller had already become a socialist, believing that industrial workers of the world was a better path for achieving social changes than the traditional parliamentary approach. She wrote for the IWW between 1916 and 1980. In Why I Became an IWW, Keller explained that her motivation for activism came in part from her concern about blindness and other disabilities. Helen's optimism and courage were nearly felt at a personal level on many occasions, but perhaps never more so than during her visit to veteran hospitals for soldiers returning from duty during World War II. Helen was very proud of her assistance in the formation in 1946 of a special service for deaf-blind persons. Her message of faith and strength through adversity resonated with those returning from war injured and maimed. Helen Keller was interested in the welfare of blind persons in other countries as she was for those in her own country. Conditions in poor and war-ravaged nations were particular concern. In 1946, when the American Braille Press became the American Foundation for Overseas Blind, Helen was appointed Counselor on International Relations. It was when that she began her globe circling force on behalf of those with vision loss. During 7 trips between 1946 and 1957, she visited 35 countries on 5 continents. She met with world leaders such as Winston Churchill, Jawaharlal Nehru, and Golda Meir. In 1408, she was sent to Japan as America's first goodwill ambassador by General Douglas MacArthur. Her visit was a huge success. Up to 2 million Japanese came out to see her, and her appearance drew considerable attention to the plight of Japan's blind and disabled population. Thank you, Miss. Good afternoon, ma'am. Good afternoon, everyone. Continuity of political activism. In 1955, when she was 75 years old, she embarked on one of her longest and most grueling journey, a 40,000-mile, 5-month-long tour through Asia. Wherever she traveled, she brought encouragement to millions of blind people, and many of the effort to improve conditions for those with vision loss outside the United States can be traced directly to her visits. Next, awards and honors. First one, Helen Keller received numerous awards and honors throughout her life. Second, the Presidential Medal of Freedom in 1964. Third, elected into the National Women's Hall of Fame in 1965. Fourth, she also received the Theodore Roosevelt Military Merit Medal and honorary doctorates. Fifth, additionally, she was awarded the Lions Humanitarian Award and the French Legion of Honor. Conclusion. Helen Keller was an American author and educator who was blind and deaf. Her education and training represent an extraordinary accomplishment in the education of persons with these disabilities. Helen was famous from the age of 8 until her death in 1968. Her wide range of political, cultural, and intellectual interests and activities ensured that she knew people in all spheres of life. Some of her famous one-liners include, "Life is either a daring adventure or nothing. The only thing worse than being blind is having sight but no vision. The highest result of education is tolerance." She also famously said, "Keep your face to the sunshine and you cannot see the shadows." Bibliography. These are references. Thank you. Thank you, ma'am. Thank you, everyone. Very well done, you two batches. ആക്ച്വലി ഇങ്ങനെ കുറെ ആദ്യത്തെ ഒരു ടീമിൽ നിന്നും കുറെ കാര്യങ്ങൾ കേട്ടു, രണ്ടാമത്തെ ടീമായപ്പോഴേക്കും കുറച്ചുകൂടെ കാര്യങ്ങൾ കേട്ടു. അങ്ങനെ ശരിക്കും നമുക്ക് ഹെലൻ കെല്ലർ നമ്മുടെ അടുത്ത് മുന്നിൽ നിൽക്കണം പോലെയോ നമ്മുടെ മുന്നിലൂടെ ജീവിച്ചു പോയ പോലെ ഒരു വ്യക്തിയായിട്ട് തോന്നുന്നല്ലേ. ബ്ലൈൻഡ് ആൻഡ് ഡെഫ്, 2 സെൻസാണ് അവർക്ക് ഇല്ലാതിരുന്നത്. നമുക്കെല്ലാം 5 സെൻസസ് ഉണ്ട്. വി ആർ ഓൾ ബ്ലെസ്ഡ് വിത്ത് 5 സെൻസസ്. ഹെലൻ അതിലെ 2 സെൻസസ്, അത് രണ്ടുമില്ല. സോ ഷീ യൂസ്ഡ് ഹെർ ടാക്ടൈൽ സെൻസ്, ആ ടച്ച് സെൻസ് യൂസ് ചെയ്തു അല്ലെ. അത് യൂസ് ചെയ്ത് ലിപ് റീഡിങ് അങ്ങനെ എല്ലാം അവർ മനസ്സിലാക്കി.
അവര് ചെയ്ത കോൺട്രിബ്യൂഷൻസ് നോക്കൂ. അവര് പാവപ്പെട്ടവർക്ക് വേണ്ടി, ലേബേഴ്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തു. അവർ പഠിച്ച കാര്യങ്ങൾ, അവരെവിടെയൊക്കെ ട്രാവൽ ചെയ്തു. 75 വേൾഡ് വൈഡ് ട്രാവൽ ചെയ്തു. ജാപ്പനീസ് പീപ്പിളിന്റെ ഫേവറേറ്റ് ആയിരുന്നു അല്ലെ. എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ എല്ലാം ഇങ്ങനെ കേൾക്കുമായിരുന്നു. അപ്പൊ എനിക്കൊരു ആഗ്രഹം, അവർ എഴുതിയ അവരുടെ ഒരു ബയോഗ്രഫി, ആ ഒരു ബുക്ക് വായിക്കണം എന്നൊരു ആഗ്രഹം തോന്നുന്നു. ചെറിയ ക്ലാസ്സിൽ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ട്, അതൊരു കുറച്ച് ഭാഗമല്ലേ പഠിച്ചിട്ടുള്ളൂ. ബട്ട് ഐ ഫീൽ സോ പ്രൗഡ് ഓഫ് യു, പ്രൗഡ് ഓഫ് ഓൾ ഓഫ് യു. കാരണം ഞാൻ നോക്കുമായിരുന്നു, ലാസ്റ്റ് മൊമെന്റ് വരെ 49 പേരും ഇവിടെ പ്രസന്റ് ആയിരുന്നു. 49 ഞാനുണ്ട്, പിന്നെ നമ്മുടെ ടെക്നിക്കൽ ടീമിൽ നിന്ന് രാഖിയും റിജോയും ഉണ്ട്. ഞങ്ങൾ 3 പേര് ഇവിടെ നിന്നുണ്ടെങ്കിൽ നിങ്ങൾ പല ഭാഗത്തുനിന്ന് നിങ്ങളുണ്ടായിരുന്നു. ആരും ലീവ് ചെയ്തില്ല, ഈവൻ ദോ ക്ലാസ്സിലെ ടോപ്പിക് അല്ലെങ്കിൽ കൂടി. ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ദ സപ്പോർട്ട് ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ ടീം ഹു presented. Okay, have a nice day. Anything you want to share, like sign in or sign out, anything ഉണ്ടോ ആരെങ്കിലും? Yes, please. Okay. Sign out പറയാമോ? Today I got an opportunity to say sign out. First of all, I would like to say thanks of today class session. I would like to thank you for your guidance and support throughout the lesson. Your explanation and examples helped us understand. Before we go, I would like to remind you everyone to review their notes. Think about how they can apply what we learned today to their lives. Let's try to care of ourselves both physically and mentally. Thank you again, ma'am, for a great class session. We are looking forward to the next one. Okay, friends, let's hope for the best. Signing off by Sajna Andrew. Thank you, ma'am. Actually, I was silent. I was moving. Yes. Yeah. Hello. Hi. Thank you, ma'am. Okay. Bye. Okay. Just imagine. Yeah. Just imagine നമ്മുടെ കണ്ണ് കെട്ടിയിരിക്കുന്നു, ചെവിയിൽ പഞ്ഞി വെച്ചിരിക്കുന്നു, വായു മൂടിയിരിക്കുന്നു. എത്ര നേരം നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നെന്ന് ആലോചിക്കും. Okay, fine. Thank you so much and thank you and love to you all. Bye. Thank you, ma'am. Thank you, Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. കേട്ടില്ലായിരുന്നു, എന്ത് പറഞ്ഞോ? Okay, fine. Thank you. Thank you, miss.